നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പശുനാദീമേ സുറിപിതാവേ, നിൻ്റെ സല്ലായ്മ നമുക്കായിട്ട് എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, നടത്തിയ എല്ലാ വിധങ്ങൾക്കായിട്ടും പൂർണ്ണമായിട്ടും നിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന കർത്താവെ, ഞങ്ങളെ സഹായിക്കണം. ഇത്രത്തോളം നടത്തിയതിനായിട്ടെല്ലാം നന്ദി പറയുന്ന കർത്താവെ, ഞങ്ങളായിരിക്കുന്നതും കർത്താവെ ഞങ്ങളത് നടത്തുന്നതെല്ലാം കർത്താവെ നിൻ്റെ ഗൃഹത്തിലും നിൻ്റെ ആ വചനപ്രകാരം മുന്നോട്ട് പോകാൻ കാരണം കർത്താവെ, ഞങ്ങളെ അധികം ബലപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ മുന്നോട്ട് പോകാൻ സഹായിക്കണം. കർത്താവെ, നിൻ്റെ വചനം കർത്താവെ സംസാരിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി തന്നെ സംസാരിപ്പാൻ കർത്താവ് എടിനെയും കർത്താവ് നീ ഉപയോഗിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി. ദൈവം നടത്തുന്ന എല്ലാ വിധങ്ങൾക്കായിട്ടും ഞാൻ നന്ദി പറയുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ സഹോദരൻ സംസാരിച്ച വചനങ്ങൾ കേട്ടു. ഞാനത് എടുത്തു പറയാൻ കാരണം നമ്മുടെ സഹോദരന്മാർക്കൊക്കെയും ഇങ്ങനെ സംസാരിക്കാൻ കർത്താവ് അധികം ബലവും ധൈര്യവും കൊടുക്കട്ടെ. കാരണം നമ്മുടെ ഇടയിൽ എല്ലാവരോടും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ സംസാരിക്കുന്ന കാര്യം സഭയുടെ മുമ്പാകെ പറയുമ്പോഴാണ് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുന്നത്. അപ്പോൾ ജെറീഷ് പറഞ്ഞ ഒരു കാര്യങ്ങൾ നമ്മൾ കേട്ടു. അതിനകത്തൂടെ ഒരു പ്രാവശ്യവും പറയുമ്പോഴും എക്സ്ക്യൂസ് പറഞ്ഞ് പുറകോട്ട് പോവുകയും പിന്നെ കർത്താവ് അതിനൊരു തീരുമാനമെടുത്ത് കർത്താവിൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്തപ്പോൾ കർത്താവ് സംസാരിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് സംസാരിച്ചു. അതുപോലെ തന്നെയാണ് എല്ലാവരെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓരോരുത്തരെക്കുറിച്ചും കർത്താവിൻ്റെ പദ്ധതി അതുതന്നെയാണ്. കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സഭയുടെ മുമ്പാകെ നമുക്ക് പറയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കട്ടെ. കാരണം ദൈവമാണ് നമ്മളെ നടത്തുന്നതും ഓരോ ദിവസവും ദൈവം നമ്മളെ മുന്നോട്ട് നടത്തുന്നു. ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ എൻ്റെയും ജീവിതത്തിൽ കടന്നുപോയ പല കാര്യങ്ങളിലും കടന്നുപോയി. അവിടെയൊക്കെയും കർത്താവ് എന്നെയും നടത്തി. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന 2 ശവമേൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾക്ക് തന്നെയാണ്. നമ്മളിതിനു മുമ്പും പലപ്പോഴും കേട്ടിട്ടുള്ളതും പലരും ഈ വചനത്തോട് സംസാരിച്ചിട്ടുള്ള വചനങ്ങൾക്ക് തന്നെയാണ്. എന്നോട് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ഇതിനോടനുബന്ധിച്ച് പല കാര്യങ്ങളും എന്നോട് ഇടപെടുകയും ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ തന്നെ താഴ്ത്തുവാനൊക്കെ കർത്താവ് ഇടയാക്കി. അതിൻ്റെ 24-ന്റെ 1 മുതൽ യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിനു തോന്നിച്ചു. അങ്ങനെ രാജാവ് തൻ്റെ സേനാധിപതിയായ യോവാബിനോട്, ദാൻ മുതൽ ബേർഷേബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഒക്കെയും നിങ്ങൾ സഞ്ചരിച്ചു ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പീൻ എന്ന് കൽപ്പിച്ചു. അതിന് യോവാബ് രാജാവിനോട്, യജമാനനായ രാജാവിൻ്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും യോവാബും പടനായകന്മാരും രാജാവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ യോവാബും പടനായകന്മാരും ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ യോർദാൻ കടന്ന് ഗാദ് താഴ്വരയുടെ മധ്യേയുള്ള പട്ടണത്തിന് വലതുവശത്ത് ആരോവേരിലും യെസേരിനും നേരെ കൂടാരം അടിച്ചു. പിന്നെ അവർ ഗിലെയാദിലും തഹീത്തും ഹോത്ശേത്ത് ദേശത്തും ചെന്ന് പിന്നെ അവർ ദാൻ യാനിലും ചുറ്റി സീദോനിലും ചെന്നു. പിന്നെ അവർ സോദോർ കോട്ടയ്ക്കും ഹിവ്യരുടെയും കനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും ചെന്നിട്ട് യഹൂദയുടെ തെക്കേ ഭാഗത്ത് ബേർഷേബിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ അവർ ദേശത്തെല്ലായിടത്തും സഞ്ചരിച്ചു. 9 മാസവും 20 ദിവസവും കഴിഞ്ഞ ശേഷം യെരൂശലേമിലെത്തി. യോവാബ് ജനത്തെ എണ്ണിയതിൻ്റെ ആകത്തുക രാജാവിന് കൊടുത്തു. ഇസ്രായേൽ ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും യഹൂദർ 5 ലക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തിക്കൊണ്ടിട്ട് യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. മതി, ഇത് കൂടുതൽ വായിപ്പിച്ചു. സോറി, ഞാൻ ശരിക്കും 2 വാക്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഞാനിത് ചിന്തിക്കാൻ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ്. ഞാനത് കൂടുതൽ ഇതിനെപ്പറ്റി എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ടത്. കാരണം ദാവീദിൻ്റെ ഹൃദയത്തിൽ, അതായത് യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദിയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു എന്നാണ് പറയുന്നത്.
അപ്പോൾ അതിന് ശേഷം അതെല്ലാം കഴിഞ്ഞ ശേഷം എണ്ണമെല്ലാം എടുത്തതിന് ശേഷം അവസാനം ആ 10 വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തൻ്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് യഹോവയോട് ഞാൻ ഈ ചെയ്ത മഹാപാപം എന്നാൽ യഹോവേ അടിയൻ്റെ കുറ്റം ക്ഷമിക്കണം, ഞാൻ വലിയ ഭോഷത്വം ചെയ്തു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പലപ്പോഴും ദൈവം നമ്മളെ അതിന് മുമ്പ് ഒരു വാക്യം ഞാൻ വായിക്കാം. അതിൻ്റെ 12-ാം അധ്യായത്തിൽ നമുക്കറിയാം ഒരു സംഭവം നടക്കുന്നതിന് മുമ്പോട്ടുള്ള കാര്യങ്ങളിൽ നമുക്കറിയാം, ഹിസ്റ്ററി എല്ലാം അറിയാം. അതിന് ശേഷം അവസാനം നാഥാൻ പ്രവാചകൻ പിന്നെ ദാവീദിൻ്റെ അടുക്കൽ ചെന്നിട്ട് 13-ാമത്തെ വാക്യത്തിൽ ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിൻ്റെ ഒന്ന് വായിക്കാമോ? ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കയില്ല. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയുവാൻ ഹേതു ഉണ്ടായതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകും എന്ന് പറഞ്ഞ് നാഥാൻ തൻ്റെ വീട്ടിലേക്ക് പോയി. മതി. അപ്പം ഇതിൻ്റെ ചരിത്രങ്ങൾ നമുക്കറിയാം. കാരണം അതായത് അതിൻ്റെ 11 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിൻ്റെ സ്വന്തം ഗ്രഹത്തിൽ നിന്ന് ഞാൻ നിനക്ക് അനർത്ഥം വരുത്തും. നീ കാണുക, ഞാൻ നിൻ്റെ ഭാര്യമാരെ എടുത്ത് നിൻ്റെ കൂട്ടുകാരോട് കൊടുക്കും. അവൻ ഈ സൂര്യൻ്റെ വെട്ടത്ത് തന്നെ നിൻ്റെ ഭാര്യമാരോട് കൂടെ ശയിക്കും. നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഞാനോ ഈ കാര്യം ഇസ്രായേലിനെയൊക്കെയും കാണുക സൂര്യൻ്റെ വെട്ടത്ത് നടത്തും. അപ്പം വെട്ടത്ത് തന്നെ നടത്തും. അപ്പോൾ അതിനുശേഷമാണ് ദാവീദ് പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം, ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞ് അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിൻ്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അപ്പം ഈ ഒരു കാര്യം ദാവീദിൻ്റെ ജീവിതത്തിൽ ഓൾറെഡി ഒന്ന് നടന്ന് അതിനുശേഷം ആ ഒരു അനുഭവത്തിലൂടെ ദാവീദ് കടന്നു പോയത്. കാരണം ദാവീദിന് മനസ്സിലായി ഞാൻ പാപം ചെയ്തു, തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പറയുകയും അത് കേട്ട ഉടനെ തന്നെ ദാവീദിന് മനസാന്തരം ഉണ്ടാകുകയും അവിടെ വെച്ച് തന്നെ ആ നാഥാൻ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഉടൻ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ആ സമയത്ത് തന്നെ തൻ്റെ തെറ്റ് എന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അപ്പം തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ആ ഒരു ഏറ്റുപറച്ചിൽ ശരിക്കും ദാവീദ് നടത്തുന്നത്. നാഥനോട് പറയുന്ന യഹോവയോട് ഞാൻ പാപം ചെയ്തു പോയി. അപ്പം നമ്മുടെയും ജീവിതത്തിനകത്ത് ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം ഇത് ഇരുന്ന് വായിച്ച സമയത്തൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ട ഒരു കാര്യം, നമ്മുടെയും ജീവിതത്തിനകത്ത് നമ്മൾ ധാരാളമായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുകയും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, ഈ കഴിഞ്ഞ ആഴ്ചകളിലും ഒക്കെ ആയിട്ട് നമ്മളെപ്പോഴും പറയുന്നത് തന്നെയാണ് വചനം കേൾക്കുന്നു. പക്ഷേ ഈ വചനമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുന്ന നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും കർത്താവിനോട് പെട്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പെട്ടെന്ന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ആ സമയത്ത് തന്നെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ, കർത്താവേ, അല്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോയി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഏറ്റു പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നുണ്ടോ? അതായത് ദാവീദ് നാഥാനോട് പെട്ടെന്ന് തന്നെയാണ് ആ കാര്യം പറയുന്നത്. അതിൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. നമുക്കറിയാം അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ ഓരോന്നും നമുക്കറിയാം. ദാവീദ് ചെയ്ത ഓരോ പ്രവൃത്തികളും അതിനുശേഷം പാപത്തിൽ വീഴുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ നടക്കുമ്പോൾ ഞാൻ അത് ചിന്തിച്ചൊരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളിവിടെ വന്നിട്ട് ഈ കേൾക്കുന്ന വചനത്തിന് മുമ്പിൽ ശരിക്കും റിയലായിട്ടും നമ്മുടെ ജീവിതത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് ഏറ്റു പറയുവാനുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ഹൃദയത്തിലുണ്ടോ? കാരണം ദൈവത്തിൻ്റെ വചനം സ്പഷ്ടമായിട്ട് തന്നെയാണ് നമ്മളോട് ഇവിടുന്ന് സംസാരിക്കുന്നത്. അതെ, പരിശുദ്ധാത്മാവാണ് നമ്മളോട് ഓരോരുത്തരോടും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഇടപെടുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിക്കും ഏത് വിഷയമായിക്കോട്ടെ, ഇതൊരു വലിയ വിഷയമാണ്. അത് യഹോവയുടെ മുമ്പിൽ ഏറ്റവും വെറുക്കപ്പെട്ടതും ഏറ്റവും ഹീനമായ ഒരു കാര്യം ദാവീദ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാര്യം നാഥാൻ പ്രവാചകനെ തന്നെ വിട്ട് ഈ കാര്യം അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അപ്പോൾ തന്നെ ഒരു മനസ്സാണ് നമ്മളും ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ഒരു കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് ഒരു ഏറ്റുപറച്ചിലിൻ്റെ ഒരു ഉണ്ടോ നമ്മുടെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ഏറ്റുപറച്ചിലുണ്ടോ? അതോ നമ്മൾ ഈ കേട്ടതിന് ശേഷം നമ്മൾ പലപ്പോഴും ഇവിടെ വന്നിട്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമല്ല ഞാനീ പറയുന്നത്, കാരണം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം, നമ്മൾ കേൾക്കുന്നു വചനം, നമ്മളിവിടെ വന്ന് വീണ്ടും കേൾക്കുന്ന വചനത്തോടുള്ള ബന്ധത്തിൽ
നമ്മൾ ആ വചനത്തെ വീണ്ടും പല സ്ഥലങ്ങളിൽ നിന്ന് വാക്യങ്ങളൊക്കെ എടുത്തിട്ട് അതിനെ കോട്ട് ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ആണ് സാധാരണ ചെയ്യുന്ന ഒരവസ്ഥ. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ കേട്ട വചനത്തിന് മുമ്പിൽ ഒരു മനസാന്തരത്തിന് വേണ്ടിയാണ് നമുക്ക് ശരിക്കും ദൈവത്തിൻ്റെ വചനം ഇവിടെ നിന്ന് സ്വരന്മാരാരാണെങ്കിലും സംസാരിച്ചാലും അത് നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നത്. അപ്പോൾ ആ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് വിഷയമാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയമില്ലാതെ ഇവിടെ നിന്ന് ആരും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കത്തില്ല. സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എല്ലാ സഹോദരന്മാർക്കും അതിൽ നിന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇടപെടാതെ ഇരിക്കത്തുമില്ല. തീർച്ചയായിട്ടും എല്ലാവരോടും ഇടപെടും. പക്ഷേ ഈ ഇടപെടുമ്പോൾ നമുക്കത് ദൈവത്തിൻ്റെ മുമ്പാകെ വന്നിട്ട് കർത്താവ് എന്നോട് സംസാരിച്ചു, അല്ലെങ്കിൽ കർത്താവ് എന്നോട് ഇടപെട്ടു, അല്ലെങ്കിൽ ഈ ആഴ്ച നമുക്ക് സമയമില്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ, എത്രയോ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ശരിക്കും ഒരു ഏറ്റുപറച്ചിലിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത് ആവശ്യം തന്നെയാണ്. കാരണം ദൈവസഭയുടെ പണിക്ക് അത് ഏറ്റവും അത്യാവശ്യവും അനിവാര്യമായ കാര്യവുമാണ്. കാരണം അപ്പോഴാണ് നമ്മുടെ വളർച്ച എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ സഹോദരന്മാർക്ക് എല്ലാവർക്കും അത് അനുഗ്രഹമായി തീരുന്നത്. ഇപ്പം അതിനുശേഷം അത്രയും ഒക്കെ കടന്നുപോയ ദാവീദ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് നടന്നൊരു കാര്യം, അത് എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമായിരുന്നു. യഹോവയുടെ 24 പറയുന്നത്, യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു, നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു എന്നാണ് പറയുന്നത്. അപ്പം ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയാണ്. കാരണം ദൈവത്തിൻ്റെ ആ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു കാര്യം ദാവീദ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ പൂർണ്ണമായിട്ടും ദാവീദിൻ്റെ ദാവീദിൻ്റെ ഹൃദയത്തിൽ അത് തോന്നിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇതിനെ ചിന്തിച്ചപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കുകയായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസിഷൻ എടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് ആ സമയത്ത് അത് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പറയേണ്ട കാര്യമില്ലായിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഇത് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. അത് പക്ഷേ അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കടന്നു പോകുമ്പോഴാണ് അവിടെ ശരിക്കൊരു മാനസാന്തരം. കാരണം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അവസ്ഥ കർത്താവാണ് അറിയുന്നത്. അപ്പോൾ ആ കർത്താവാണ് നമ്മളോട് എല്ലാവരോടും ഇടപെടുകയും സംസാരിക്കുകയും പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആ കർത്താവാണ്. അപ്പോൾ ആ കർത്താവിന് നമ്മളെ നേരെയാക്കണമെങ്കിൽ അല്ലെങ്കിൽ അവൻ്റെ മഹത്വത്തെ കാണിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ ഫറവോനെ പറ്റി നമുക്കറിയാം, അവൻ്റെ ഹൃദയം യഹോവ കഠിനമാക്കി എന്നാണ് പറഞ്ഞു. ചിലപ്പം അവൻ്റെ ഹൃദയത്തിൽ അവൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം, ഇത്രയെല്ലാം കാര്യങ്ങൾ നടത്തി, ഇത്ര ബാധകൾ അയച്ചു, ഇത്രയെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി, എന്നാൽ പിന്നെ അവർ ഇട്ടുകൊടുത്തേക്കാം, ഇനിയും ഇത് എന്തിനാണ് വെറുതെ ഈ പലാപ് പിടിച്ച് നിൽക്കുന്നത്, വിട്ട് കളഞ്ഞിട്ട് അവർ പോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ജനങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ വേണമെങ്കിൽ ദാവീദ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്നിട്ടും അവൻ്റെ ഹൃദയം യഹോവ കഠിനമാക്കി എന്നാണ് പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിലൂടെ ഓരോ സാധനങ്ങളൂടെ കടന്നു പോകുമ്പോഴും അതിനകത്ത് അവസാനം ഇങ്ങോട്ട് അതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്കറിയാം ദൈവം ദാവീദിനെ ശിക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിന് ശേഷം അവസാനം വരുമ്പം ഒരു വാക്യമുണ്ടല്ലോ, പിന്നെ അതിൻ്റെ 22 മുതലൊന്ന് വായിക്കാം. ആരാധന ദാവീദിനോട്, യജമാനനായ രാജാവിന് ബോധിച്ചത് എടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിലും കാളകളും വിറകിനും മെതിവണ്ടികളും കാളക്കോപ്പുകളും ഇതാ, രാജാവെ ഇതൊക്കെയും അരാമന രാജാവിന് തരുന്ന എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരാമന രാജാവിനോട് പറഞ്ഞു. രാജാവ് ആരാമനയോട്, അങ്ങനെയല്ല, ഞാൻ ഇത് നിന്നോട് വിലയ്ക്ക് വാങ്ങിയതേ ഉള്ളൂ, എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു. ഞാനിത് വായിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പം നമ്മുടെ സിനിമകൾ പ്രാർത്ഥിച്ച് പറഞ്ഞൊരു കാര്യം, വില കൊടുക്കാതെ യാഗം കഴിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സൗരം പറഞ്ഞു. അപ്പം അതിൻ്റെ നമുക്കറിയാം എന്താണ് അതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ബാധ വരികയും ജനങ്ങൾ മരിച്ചു പോവുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിന് ശേഷമാണ് യാഗം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെ യാഗം കഴിക്കാൻ വേണ്ടി അവിടെ ഒരു വിലയ്ക്ക് വാങ്ങി
എനിക്ക് ഒന്നും ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കഴത്തെയും കാളുകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ശരിക്കും ഇത് കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ ശരിക്കും അതിനൊരു വില കൊടുക്കേണ്ട ഒരാവശ്യം. കാരണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുമ്പോൾ നമ്മൾ വില കൊടുത്ത് തന്നെ ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ വില കൊടുത്തിട്ട്, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ടല്ല ആ കാര്യം ചെയ്യുന്നതെന്നൊരു കാര്യം. ഞാനപ്പം നമ്മുടെ കർത്താവിനെ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. കർത്താവ് ശരിക്കും ഈ ഉന്നതി അല്ലെങ്കിൽ ഉന്നതത്തിലിരുന്ന കർത്താവ് നമ്മളെയും ശരിക്കും ഒരു വില കൊടുത്ത് വാങ്ങിയ കർത്താവാണ്. ആ വില കൊടുത്തിട്ടാണ് കർത്താവ് നമ്മളെയും വിലയ്ക്ക് വാങ്ങി ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെയും ആക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, ഒന്നും ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് കഴിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ കടത്തി വിടുമ്പോഴും അവിടെയും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു വില കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ആ ഒരു വില, അതായത് നമ്മളെ ദൈവം എത്രമാത്രം, അതായത് കർത്താവ് നമ്മളെ നടത്തുന്നു. അല്ലെങ്കിൽ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഞാനിങ്ങനെയാണ് ചിന്തിച്ചത് അതിനെപ്പറ്റി. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നു, എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി, അവിടെയൊക്കെയും കർത്താവ് എന്നെ നടത്തി. പക്ഷേ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ പലപ്പോഴും അസ്വസ്ഥനാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് നമുക്കത് ദോഷമായി തീരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ പ്രതികൾ ഇന്ന് രാവിലെയൊക്കെ കൂടിയും പല കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ പോവുകയും അതിനുള്ള എന്ന് വെച്ചാൽ പല കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴൊക്കെയും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ടും എന്നെ തന്നെ താഴ്ത്താൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥനാകുന്ന ഒരവസ്ഥ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിൽ രാവിലെ ഉണ്ടായി. പക്ഷേ കർത്താവ് എന്നെ സമാധാനിപ്പിച്ചു. കർത്താവ് എന്നെ പല കാര്യങ്ങൾ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങളിലൂടെ കർത്താവിനെ കടത്തിവിട്ടു. അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെയുള്ള സഹോദരനെ തന്നെ വിളിച്ചു. ഞാൻ പ്രതിയാൽ സുനിൽവാറിനെ തന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പം സഹോദരൻ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്നോട് തന്നെ ദൈവം ഇടപെട്ട ചില കാര്യങ്ങളായിരുന്നു. കാരണം അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് 24-ാമത്തെ അതായത് 2 അതിനുശേഷം വായിച്ച വാക്യങ്ങൾ മാത്രമായിരുന്നു. അതാണ് എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് ദൈവം എന്നോട് തോന്നിച്ചതും. അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളൊക്കെയും അധികമാകുമ്പോൾ നമ്മളതിനെ വളരെ വലുതായിട്ട് കാണുകയും അതിനെ വളരെ അതിൻ്റെ ഒരു പ്രൗഢിയൊക്കെ നമ്മൾ തന്നെ കാണാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും കർത്താവ്, അത് നമ്മുടെ പഠിത്തമായിരിക്കാം, നമ്മുടെ സമ്പത്തായിരിക്കാം, നമ്മുടെ സൗന്ദര്യമായിരിക്കാം, നമ്മുടെ എന്തും ആയിക്കോട്ടെ, കർത്താവെല്ലാം നമുക്ക് തന്നതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലൊരു പ്രൗഡ്, അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ മേലെല്ലാം ഒരു അധികാരിയായിരിക്കുന്നു, ഇത്ര കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, ഞാൻ സമ്പന്നനാണ്, ഞാൻ വളരെ ബലവാനാണെന്നുള്ള ഒരു കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം ആത്മീയതയിൽ തന്നെ ആയിരിക്കാം. നമ്മൾ ആത്മീയമായിട്ട് വളരെ സന്തോഷമായിട്ട് നമുക്ക് മീറ്റിങ്ങുകൾ കിട്ടുന്നു, നല്ല സഹോദരന്മാരെ കിട്ടുന്നു, അല്ലെങ്കിൽ ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം നമുക്ക് ധാരാളമായിട്ട് ലഭിക്കുന്നു. ഞങ്ങൾ മറ്റുള്ളവരെക്കാട്ടിലെല്ലാം വളരെ അധികം ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒത്തിരി വചനങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നവരാണ്. ഞങ്ങളതിനെക്കാട്ടിലും ഒരു 2 അടി അല്ലെങ്കിൽ മുമ്പിലാണ് നിൽക്കുന്നത്. ഇന്നിന്ന കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി നമ്മളെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ആ നിഗളങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടെന്നും എവിടെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അപ്പം സൗരൻ തന്നെ ഒരു കാര്യം പറഞ്ഞത്, പാട്ടുണ്ടല്ലോ, മണ്ണിനെ പ്രതി മാണിക്യം വെടികയില്ല. അപ്പം ഞാനത് കേട്ടപ്പോൾ വളരെ ചിരിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ ഫോണിൽ കൂടെ തന്നെ ചിരിച്ചു. അപ്പം യഥാർത്ഥമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്തും പലപ്പോഴും നമ്മൾ എവിടെയാണ് പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിനകത്ത്, എവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവമാണ് തന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് എന്തുണ്ടെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ ഞാനങ്ങനെ വിശ്വസിക്കുന്നത്, എന്തുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും ജോലി സ്ഥലത്തൊക്കെയും പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാനെപ്പോഴും ദൈവത്തിന് നന്ദി പറയുന്നത്, എൻ്റെ പഴയ കാര്യങ്ങൾ ഞാൻ തന്നെ പെട്ടെന്ന് ഓർക്കും. കാരണം ഇതിനൊക്കെ മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, ഇപ്പം ദൈവം എന്നെ നടത്തുന്നത് എത്രയാണ്, അല്ലെങ്കിൽ എത്രമാത്രമാണ് നമുക്കറിയാത്ത പല കാര്യങ്ങളും നമ്മളിലൂടെ ചെയ്യുമ്പോഴും എല്ലാ രീതിയിലും ഞാനപ്പോൾ ദൈവത്തിന് നന്ദി പറയും. കാരണം ഇതിനൊന്നും ഞാൻ യോഗ്യനായിരുന്നില്ല, കർത്താവിനെ യോഗ്യനാക്കി തീർത്തു. അതിന് നന്ദി ഞാനെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഞാൻ കർത്താവിനെ സ്തുതിക്കാറുണ്ട്. കാരണം അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വളരെ സന്തോഷം. കാരണം അത് മറന്നു പോകാതെ എന്നെ നിർത്തിയത് ഓർക്കുമ്പോൾ
അല്ലെങ്കിൽ വചനമാവട്ടെ പരിശുദ്ധാത്മാവട്ടെ ഇതൊക്കെ തന്ന് നമ്മളെ ദൈവം അത്രമാത്രം അനുഗ്രഹിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ നടത്തുമ്പോഴും നമുക്ക് എത്രമാത്രം കർത്താവിൻ്റെ മുമ്പിൽ വിശ്വസ്തരായിട്ട് നിൽക്കാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ ആ വിശ്വസ്തത എത്രമാത്രം ആ മാനസാന്തരപ്പെടാനുള്ള വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ, നിന്ന പാപം നിന്നിലുണ്ട് എന്ന് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്ന കുറവുകൾ നിൻ്റെ ജീവിതത്തിലുണ്ടെന്ന് കാണിക്കുമ്പോൾ, ഏതുമായിക്കോട്ടെ, ഏതും ദൈവവചനപ്രകാരം എന്ത് നമ്മളോട് സംസാരിച്ചാലും അതിനെ ഏറ്റെടുത്ത് നമുക്കത് നമ്മുടെ ഹൃദയത്തിൽ പരിശോധിപ്പാനും, അതെ ഇന്ന കാര്യത്തിൽ ഞാൻ വീണിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന കുറവുണ്ട്, അതേത് നിലയിലായിക്കോട്ടെ അവിടെയൊക്കെയും കുറവുണ്ടെന്ന് ദൈവം കാണിക്കുമ്പോൾ, നാഥനോട് പറഞ്ഞ പോലെ, അതെ നാഥനോട് പറഞ്ഞ പോലെ, യഹോവയോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എന്നിൽ കുറവുണ്ട്, അല്ലെങ്കിൽ അത് നമ്മൾ ഏറ്റുപറയുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെ എനിക്ക് സന്തോഷം തോന്നിയതാണ്. അതായത് ഞാനൊന്നും ചിലവില്ലാതെ ഞാൻ എൻ്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കുകയില്ല. ഞാൻ പൂർണ്ണമായിട്ടും അതിനുശേഷം താഴോട്ട് എഴുതിയിരിക്കുന്നു, ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിത് ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിൻ്റെ പ്രാർത്ഥന കേട്ടു, ബാധ ഇസ്രായേലിൽ നിന്ന് വിട്ടു മാറുകയും ചെയ്തു. പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്ക് പകരുവാൻ തക്കോണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഒരു വാക്യവും കൂടെ എന്നോട് സംസാരിച്ചത് ഞാൻ വായിക്കാം. പിന്നെ മർക്കോസ് 10 അതും എന്നോട് ഇടപെട്ട ഒരു കാര്യം, അത് സിനിമർ വീണ്ടും പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ സഹോദരൻ സംസാരിച്ച ഒരു കാര്യമായിരുന്നു. 10 പിന്നെ നമുക്ക് എൻ്റെ കാര്യങ്ങളറിയാം. കാരണം 10:17 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം എന്താണ് സംഭവം നടന്നിരിക്കുന്നുള്ള കാര്യം നമുക്കറിയാം. അതിനുശേഷം അതിൻ്റെ 20 അവനവനോട്, ഗുരു ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു പോരുന്നു എന്ന് പറഞ്ഞു. യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അതെന്നോട് വളരെ ഇടപെട്ട ഒരു കാര്യമായിരുന്നു. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളത് എല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഭവിക്കുക എന്ന് പറഞ്ഞു. അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയി കളഞ്ഞു. ഇതും എന്നോട് ഇന്ന് ഇടപെട്ട ഒരു വാക്യമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം, നമ്മളെ കർത്താവ് അത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളൊരു കാര്യം. കാരണം അവൻ ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പുറകിൽ പറയുന്നുണ്ട്. കാരണം പിന്നെ അതിന് അവൻ പുറപ്പെട്ട്, അതായത് 17 മുതൽ അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് അവരോട് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത്? ദൈവം ഒരുവൻ അല്ലാതെ നല്ലവൻ ആരുമില്ല. ഒരു കാര്യം കർത്താവ് നമ്മളോട് ബോധ്യപ്പെടുത്തുന്നതാണ്, അത് ദൈവമല്ലാതെ ആരുമല്ല എന്നുള്ളൊരു കാര്യം. അതായത് ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല എന്നുള്ളൊരു കാര്യം. അതിനുശേഷം പറയുന്നൊരു കാര്യം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, ചതിക്കരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൻ പറയുന്നത്, അവനോട്, ഗുരു ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ചു വരുന്നു എന്ന് പറഞ്ഞു. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രമാണിക്കേണ്ട എല്ലാ കാര്യങ്ങളും അവൻ ഇടപരമായിട്ട് നോക്കുമ്പോൾ അന്നത്തെ ആ നിയമപ്രകാരവും അന്നുള്ള ആ സമ്പ്രദായം വെച്ച് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു കഴിഞ്ഞു. കാരണം ചെയ്തു കഴിഞ്ഞ കാര്യമാണ് അവൻ്റെ ജീവിതത്തിൽ. കാരണം അവൻ പറഞ്ഞ അതിലൊന്നും പെടാതെ അവൻ സത്യസന്ധമായിട്ട് വിശ്വസ്തമായിട്ടൊക്കെ അവൻ കാര്യങ്ങൾ ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ കർത്താവ് അവനെ നോക്കി, അതായത് യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു. അതായത് ആ കർത്താവിൻ്റെ ഒരു സ്നേഹം, അപ്പം അവൻ്റെ ഉള്ളിലുള്ള ഒരു എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഭവിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ടും ഇതെല്ലാം ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കേൾക്കുമ്പോഴും വചനം ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നു. അതെ, ഓരോ പ്രാവശ്യവും മാനസാന്തരത്തിന് വേണ്ടിയുള്ള വചനങ്ങൾ ഇവിടെ നിന്ന് ആരാണ് പറയുന്നത് എന്നുള്ളതല്ല, പക്ഷേ നമ്മൾ കേൾക്കുന്നു. അതെ, നമുക്ക് യൂട്യൂബുണ്ട്, അതിലൂടെയൊക്കെ അനേക മെസ്സേജുകൾ ഡെയിലി ഓരോന്നും നമ്മൾ കേൾക്കുന്നു. ഇവിടെ കേൾക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് കേട്ട് നമ്മൾ അങ്ങനെ തഴമ്പിച്ച് ഇരിക്കുകയാണോ, അതോ ഞാനിതെല്ലാം പ്രമാണിക്കുന്നുണ്ട്, ഞാനെല്ലാം ഓക്കെയാണ്. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുക. കർത്താവിനെ, അല്ലെങ്കിൽ കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ ആ സ്നേഹം തരുന്ന കർത്താവിന് വിരോധമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് മാനസാന്തരപ്പെടാം. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം, കർത്താവേ ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ കുറവ് എൻ്റെ ഉണ്ട്, കർത്താവേ നീ എന്നോട് സഹായിക്കണം, നീ എന്നോട് ക്ഷമിക്കണം, കരുണ തോന്നണം
എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ മനസാന്തരപ്പെടാം. നമുക്ക് പത്രോസിൻ്റെ ഇത് നമുക്കറിയാം. പത്രോസ് തള്ളിപ്പറയുന്ന ഒരവസ്ഥ, അതിനുശേഷം ഒരു ഹൃദയത്തിൽ ഒരു കുത്തുകൊണ്ട് അവൻ പുറത്തിറങ്ങി വന്നിട്ട് പൊട്ടിക്കരയുന്ന ഒരവസ്ഥ. അതെ, ഞാനതും ഇന്ന് വായിച്ചൊരു വാക്യമായിരുന്നു. കാരണം എത്രമാത്രം ആയിട്ടാണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് നമുക്കറിയാം. ഞാൻ തള്ളി പറയത്തില്ല, അല്ലെങ്കിൽ ഞാൻ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞ പത്രോസ് ആ അവസാന നിമിഷം ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പ്രാകുകയും കരയുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പൂർണ്ണമായിട്ടും നമ്മളൊന്നും അല്ല എന്നുള്ളൊരു കാര്യം. കർത്താവ് അതിന് മുമ്പ് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ഗോതമ്പ് പണി പോലെ പാറ്റി കളയേണ്ടതിന് പലപ്പോഴും സാത്താൻ നമ്മളെ ചോദിച്ചപ്പോഴും കർത്താവ് ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കാതെ ആ പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി അവൻ മധ്യസ്ഥം ചെയ്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പിതാവ്. അതെ, ആ പിതാവിൻ്റെ സന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മളെ തന്നെ പരിശോധിക്കുക. പത്രോസിൻ്റെ കൂട്ട് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും ഒരു കരച്ചിലിൻ്റെ അവസ്ഥ നമുക്ക് വേണം. കാരണം നമ്മൾ എത്ര എന്ന് പറഞ്ഞാലും നമ്മൾ മനുഷ്യരാണ്. കാരണം ആ മനുഷ്യമായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ എത്ര വചനം നമ്മൾ കേട്ടാലും എവിടെയെല്ലാം നമുക്ക് ദൈവം ശുദ്ധി തരണം, അവിടെയൊക്കെയും ദൈവം നമ്മളെ ശുദ്ധീകരിപ്പാൻ, അവിടെയൊക്കെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പാൻ, കർത്താവെ എവിടെയാണ് ഞാനൊന്നും ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം എന്നെയും സഹായിച്ചതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ദൈവം നടത്തിയ എല്ലാ നല്ല നാളിനായിട്ടും ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി പറയുന്നു. ആമേൻ.